ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വായനാദിന കിസ്സാണ്. വായനാദിന കിസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം TN ഗോപികൃഷ്ണൻ. 2024 പത്മപ്രഭ പുരസ്കാരം നേടിയതാര്? ഉത്തരം റഫീഖ് അഹമ്മദ്. 2023 പത്മപ്രഭ പുരസ്കാരം നേടിയതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ. 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയിലാണ് നൽകിയത്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം PK വീരമണി ദാസൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം SK വസന്തൻ. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാര്? പ്രതിഭ റായ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവാര്? ഉത്തരം C രാധാകൃഷ്ണൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന്റെ രചയിതാവ് ആര്? SK പൊറ്റക്കാട്. മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. പ്രകാശ പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവാര്? ഉത്തരം T പത്മനാഭൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമേത്? ഉത്തരം പാട്ടബാക്കി. ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം അബുൽ കലാം ആസാദ്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? ഉത്തരം വിഗതകുമാരൻ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമേത്? ഉത്തരം 1977. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ഏത് കാവ്യമാണ്? രാമചന്ദ്ര വിലാസം. വിട എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു നിർമ്മിച്ചത് ആര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. സ്നേഹഗായകൻ
ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നതാര്? കുമാരനാശാൻ. KP കേശവമേനോന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം കഴിഞ്ഞ കാലം. ജോർജ് വർഗീസ് ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കാക്കനാടൻ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര്? സ്വദേശി അഭിമാനി രാമകൃഷ്ണപിള്ള. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏത്? ഉത്തരം അഗ്നിസാക്ഷി. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം JC ഡാനിയൽ. രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. PC കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉറൂബ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം CV രാമൻ പിള്ള. ഇതോടുകൂടെ നമ്മുടെ വായനാ ദിന ക്വിസ് അവസാനിച്ചിരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.